എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പനീർ മഖ്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നാൻ, ചപ്പാത്തി, പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു പനീർ കറിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. 100 ഗ്രാം പനീർ യൂസ് ചെയ്തിട്ടാണ് കറി തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ടി ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി അല്ലെങ്കിൽ മെയ്സ്, വളരെ ചെറിയ കഷ്ണം എടുക്കാൻ പാടുള്ളൂ. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീവ്സ്, കറുകപ്പട്ടയുടെ ഇലയും ഈ സ്പൈസസും ചേർത്ത് നന്നായി ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി അതിലേക്കൊരു 1/4 കപ്പ് കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഈ ഒരു കറിയിലേക്ക് സവാളേനേലും കൂടുതൽ നമ്മൾ ചേർക്കേണ്ടത് തക്കാളിയാണ്. സവാള ഒഴിവാക്കണം എന്നുണ്ടവർക്ക് ഒഴിവാക്കാം. ഒരു ചെറിയ സവാള ചെറുതായി ചേർക്കുന്നത് നല്ലതാണ്, ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതൊന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 3 തക്കാളി ചെറുതായി മുറിച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത്. നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം, അതാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. തക്കാളിയും നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ കീപ്പ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ തക്കാളിയും സവാളയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് പൊടികളൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. അഞ്ച് മിനിറ്റിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ പച്ചമണം എല്ലാം മാറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ബേ ലീവ്സിൻ്റെ പകുതി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. മുഴുവൻ ബേ ലീവ്സായിട്ട് ചേർക്കണ്ട. അത്യാവശ്യം നല്ല ഫ്ലേവർ ഇത് വെന്ത് വന്ന സമയത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു പകുതി ബേ ലീവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ഇത് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കണ്ട. തക്കാളിയുടെയും സവാളയുടെയും ഒക്കെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരഞ്ഞു കിട്ടും. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതേ പാനിലേക്ക് 2 ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കാം. ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ഒലിവ് ഓയിലുള്ളവർ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് പകുതി കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പച്ചമുളകിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു ചെറിയ പച്ചമുളക് മാത്രം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ല ചെറുതായി ചോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ലപോലെ പച്ചമണം മാറിയിട്ട് തീ കുറച്ച് വയ്ക്കുക. സിമ്മിൽ വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നേരത്തെ സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് ഇനി കറി തയ്യാറായിട്ട് ആവശ്യമുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു പൊടികളുടെയും പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി സവാളയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. തീ ഒന്ന് ചെറുതായി കൂട്ടി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിലോ പാത്രത്തിലോ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിവിടെ നോർമലായിട്ട് ക്യൂബായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം. പിന്നെ കുറച്ച് എണ്ണയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഒരുപാട് നേരം വെക്കേണ്ട, വളരെ ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് മാത്രം വെച്ച് കൊടുത്താൽ മതി. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിത് ഫിനിഷ് ചെയ്യാം. ഈ ഒരു കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയില നന്നായി ഉണക്കി എടുത്തതാണ്. അത് കയ്യിൽ ഇതുപോലെ ഒന്ന് ഞെരടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഇത് നല്ലതാണ്. അതുപോലെ കുറച്ച് മല്ലിയില കൂടി ചെറുതായി മുറിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് ക്രീം കൂടി മുകളിൽ ഒഴിച്ച് പനീർ ബട്ടർ മസാലയൊക്കെ നമ്മൾ സെർവ് ചെയ്യുന്നത് പോലെ സെർവ് ചെയ്യാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്ലേവറാണ് മാറ്റമുള്ളത്. യൂസ് ചെയ്യുന്ന സ്പൈസസിൻ്റെ വ്യത്യാസമാണ്. കുക്കിംഗ് ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പനീർ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നായിരിക്കും ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.